മടുത്തു. മോനോട് പറഞ്ഞൊരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലോട്ടെങ്ങാനും പോയാലോ എന്ന് ആലോചിക്കുക. തന്നെ ഒറ്റയ്ക്ക് സൂസന്നെ അയക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതു മരുഭൂമി പോയാലും അവര് കൂടെ കാണും. രാമൻ കാട്ടി പോയപ്പോ സീത മനസ്സമാധാനം കൊടുത്തോ? ആണ്ട ബാധ കൊണ്ടേ പോവും. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 24 മണിക്കൂറും വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോ വേണ്ടാത്തതൊക്കെ തോന്നും. പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. താൻ പഴുത്തിർന്ന് വീഴാൻ ഇനി അധികം ദിവസമില്ല, അത് ഓർമ്മ വേണം. നിങ്ങളുടെ അവസ്ഥ ഏതായാലും എനിക്കുണ്ടാവില്ല. റിട്ടയർഡ് ലൈഫ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ പറ്റി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, തമ്പിക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ? എങ്കിൽ ഞങ്ങളും കൂടാം. എന്താ? ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചതാ. എന്റെ പിള്ളേർക്ക് രണ്ടിനും നേരെ ചൊവ്വയുള്ള പണിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ മൂത്തവന് വീഡിയോ ലൈബ്രറി മതി, രണ്ടാമത്തവന് ക്രിക്കറ്റിന്റെ കമ്പും കോലും വിൽക്കുന്ന കട തുടങ്ങണം. അവന്മാര് തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമാ. സൂസന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക ബിസിനസ് തുടങ്ങാൻ. മൃഗസംരക്ഷണ വകുപ്പിലെ എക്സ്പീരിയൻസ് കാണിച്ച് ഒരു ലോൺ എടുത്ത് കുറെ ഇറച്ചിക്കോഴികളെ മേടിച്ച് വളർത്താലാ അവള് പറയുന്നത്. സൂസന്നയ്ക്ക് വിവരമില്ലെന്ന് പറയുന്നത് വെറുതെയാ. തനിക്ക് പറ്റിയ പണി തന്നെ അവര് സജസ്റ്റ് ചെയ്തത്. പഠിക്കുന്ന കാലത്തെ വലിയൊരു നടനാവാനായിരുന്നു മോഹം. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്ന് ജോലിക്ക് ഓർഡർ വന്നപ്പോ പോവാൻ വിസമ്മതിച്ചു. പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ? അപ്പൊ പിയാൻഡിയിൽ സറണ്ടർ ചെയ്ത് അഭിനയമോഹം പൊടിതട്ടിയെടുക്കാനാണ് തമ്പിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. സിനിമയോ നാടകമോ അതോ TV സീരിയലോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് 3 പേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് തമ്പിക്ക് ഒറ്റയ്ക്കാവുന്ന പണിയല്ലേ ഉള്ളൂ. അതെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കും കൂടെ സഹകരിക്കാവുന്ന ഒരു സംരംഭം നമുക്ക് ആലോചിക്കാം. യെസ്, വി വിൽ അറേഞ്ച് ദ ക്യാഷ് ഇമിഡിയറ്റ്ലി. ഓക്കേ, താങ്ക് യു. സാറിനെ കാണാൻ ഒരു ലേഡി പുറത്ത് കാത്തിരിക്കുന്നു. എന്നെ കാണാൻ? പേടിക്കാനൊന്നുമില്ല, നമ്മുടെ രാജശേഖരൻ തമ്മിസാറിന്റെ മോളാ. ആലോചന ആയതേ ഉള്ളൂ. പെണ്ണിന് ചെറുക്കനെ കാണാതെ പൊറുതി മുട്ടിയെന്ന് തോന്നുന്നു. ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിയാ. ബാങ്കിന്റെ ബോർഡ് കണ്ടപ്പോ വെറുതെ ഒന്ന് ബ്രേക്ക് ഔട്ടി. ജസ്റ്റ് സീ, അത്രേ ഉള്ളൂ. അകത്തേക്ക് വരാനില്ലേ? നോ 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 നോ, ജയമോഹൻ വുഡ് ബി അങ്ങനെ ആരും പോസിന് കാണണ്ട. സൗകര്യമുള്ളവര് മണ്ഡപത്തിൽ വന്ന് കണ്ടാ മതി. വരുന്നോ? ശിശിരത്തിൽ നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം. സോറി, ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഓക്കെ, ഞാൻ കാരണം ബാങ്കിങ് ഏർപ്പാട് കൊള്ളേണ്ട. സീ യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സീ യു. അച്ഛമ്മ എന്തിനാ കരയുന്നത്? എന്റെ മോൻ പെൻഷൻ പറ്റി വരുന്നത് കണ്ടില്ലേ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അച്ഛമ്മ പെൻഷൻ പറ്റിയെന്ന് വെച്ച് അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഇത് കമ്പി ഒന്നെന്ന് കേൾക്കുമ്പോ ചിലര് നിലവിളിക്കുന്ന പോലെ ഉണ്ടല്ലോ അച്ഛമ്മേ. നീ പോടി എവിടുന്ന്. എന്റെ അപ്പൂപ്പൻ പെൻഷൻ പറ്റി വന്നത് കണ്ടപ്പോഴും എനിക്ക് സഹിച്ചില്ല. ഓക്കെ, എന്താണമ്മ ഇത്? ഡിപ്പാർട്ട്മെന്റിൽ 25 വർഷം കഴിച്ചു കൂട്ടിയതിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുമ്പോ അമ്മ കരയുകയാണോ വേണ്ടത്? അച്ഛമ്മ ആ കണ്ണ് രണ്ടും തുറച്ചേച്ച് അടുക്കളയിലോട്ട് ചെന്ന് പായസത്തിന് ശരം വെള്ളം അടുപ്പിൽ വൈ. ചെല്ല്. നിനക്കൊക്കെ തമാശയാ മോനെ. പെൻഷൻ പറ്റി കഴിഞ്ഞാ പിന്നെ മനുഷ്യർ ഒരു വിലയേ ഇല്ലടാ. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. സർവീസിൽ ഉണ്ടായിരുന്നതിനേക്കാളും വില ഞാൻ ഉണ്ടാക്കി തരാം. അതെങ്ങനെയാണെച്ചാ? ഞാൻ സജീവമായി അഭിനയ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ബെസ്റ്റ് ഐഡിയ. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതുപോലൊരു ഫീൽഡ് ഇല്ല. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചുറ്റിക്കളികൾ നടക്കും. ചെറിയാച്ചൻ എന്ത് തോന്നുന്നു? സംഗതി കൊള്ളാം. പക്ഷേ ഗസറ്റഡ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാ അത് കുറച്ചിലല്ലേ തമ്പി? നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? സിനിമയുടെയും TV-യുടെയും ഈ അതിപ്രസരത്തിലും നാടകം ശക്തമായി നിലനിൽക്കുന്നില്ലേ? അത് മാന്യതയില്ലേട്ടാ? മാടിനറിയാമോ മാമ്പഴത്തിന്റെ ഗുണം? ഓ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളെ പറ്റിട്ട് നാടക സ്റ്റേജിലാണെന്ന്. ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, സമ്മതിച്ചു. പക്ഷെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ വേണം? ഒന്നും രണ്ടും പറഞ്ഞുടക്കാതെ
ചെറിയ അച്ഛന് സഹകരിക്കാൻ പറ്റുമോ അത് പറ. ആ, ഈ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊരു തലവേദന അല്ലേ തമ്പി? ഏത് ബിസിനസ്സിനാ തലവേദന ഇല്ലാത്തത്? എല്ലാ ബിസിനസ്സിനും ഉണ്ട് തലവേദനയും കുളമ്പ് രോഗവും. ജീവിതം തന്നെ ഒരു വലിയ ഗ്യാസ് ട്രബിൾ അല്ലേ? സൂസന്നെ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ ചെറിയാച്ചൻ ഒഴിയുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ചെറിയാച്ചന്റെ മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി. ചുമ്മായിടും. സൂസന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് വിടെ. ആ. ആ, ഇവരുടെ ഇരിപ്പ് കണ്ടാ തോന്നും കെട്ടിയമാര് ബോട്ട് മുങ്ങി ചത്തുപോയെന്ന്. അമ്മയമ്മ കേക്കണ്ട. നിങ്ങൾ എന്നാണ് പിള്ളേരെ ഈ പൊറുപൊറുക്കുന്നത്? അവര് നാടക ട്രൂപ്പ് തുടങ്ങുന്നതിന് നിങ്ങൾ എന്തിനാ വെറുതെ തല പുകയ്ക്കുന്നതെന്ന് ചോദിക്കായിരുന്നു. മോക്കത് പറഞ്ഞാ മനസ്സിലാകത്തില്ല. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തോമച്ചന്റെ അപ്പച്ചന് ഇത്തിരി വെള്ളം കണ്ടാ മുങ്ങുന്ന കൂട്ടത്തില. നാടകം എന്ന് പറയുന്നതേ ഒരു വലിയ കായലാ. അതിയാൻ അതിലിറങ്ങിയാ പിന്നെ തിരിച്ചു കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി തെറ്റാനുള്ളവർ എവിടെയായാലും തെറ്റും. അതിനിപ്പം നാടകം തന്നെ വേണമെന്നൊന്നുമില്ല. ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാ കുഴപ്പം. മോളിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ചേട്ടനും തമ്പിസാറും ഉള്ളതുകൊണ്ട് ചെറിയ സാർ അങ്ങനെ കയറ് പൊട്ടിക്കൊന്നും പേടിക്കണ്ട. അയ്യടാ, അത് പറയണ്ട. സുമിത്രയുടെ ചേട്ടനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പിന്നെ തമ്പിസാറുള്ളതാ ഒരാശ്വാസം. അല്ല, അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഞാൻ എന്തു പറയാനാ? മഹേന്ദ്രൻ ഏതായാലും ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളും ആലോചിക്കില്ല, അതുറപ്പാ. തമ്പിസാറിന്റെ ഏർപ്പാടായതുകൊണ്ടാ ഞാനും അങ്ങ് സമ്മതിക്കാമെന്ന് വെച്ചത്. ഇനി ഞാനായിട്ട് എതിര് നിന്നതുകൊണ്ട് നടന്നില്ലാന്ന് വേണ്ട. പക്ഷെ നാടകം പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ മതി. ഈ കിളവന്മാർക്ക് ഇത് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ നാടകത്തിന്റെ കാലവും കഴിഞ്ഞു, വല്ല 13 എപ്പിസോഡ് TV സീരിയലും പിടിക്കാൻ. അതായിരുന്നെങ്കിൽ എനിക്ക് കയറി അഭിനയിക്കുകയും ചെയ്യായിരുന്നു. ഇനി അതിനകത്ത് കൂടി കയറി വൃത്തികേടാക്കാത്തന്റെ കുഴപ്പമുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ജേട്ടന്റെ അടുത്താ പറഞ്ഞേ. കേട്ടതിന് ആർക്കും മറുപടി പറയാം. ദേ അങ്ങനെ കയറി പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിന്റെ മോന്തിയുടെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോയാ താമസിയാൽ അതും സംഭവിക്കും. കേട്ടേ? നിർത്ത്. നിങ്ങൾ തമ്മിൽ തല്ലുന്ന കാണാനല്ല ഞാൻ വിളിപ്പിച്ചത്. കിളവന്മാർ മൂന്നും കൂടി നാടക സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ അതിന്റെ നാണക്കേട് നമുക്കാ. അതുകൊണ്ട് മൂപ്പിലാന്മാരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബം അച്ഛൻ്റെത്. 2-1 അറിഞ്ഞിട്ടേ പിന്മാറൂ. ജേട്ടന്റെ അച്ഛനല്ലേ ഇതിന്റെ ആണി. ജേട്ടൻ വിചാരിച്ച തമ്പി സാറിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ആഫീസിൽ ഈറ്റപ്പുലി ആയിരുന്നെങ്കിലും വീട്ടിൽ എന്റെ പോയി പൂച്ചയാ. അപ്പൊ പിന്നെ ഈസി ആയല്ലോ. ജേട്ടാ, ഞാൻ പോവാ. അയ്യോ, ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ. ഇവനെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല. എടാ, മുലപ്പാലിന്റെ മണം മാറാത്ത നിന്നോട് ആലോചിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ പോ. മൂപ്പിലാമ്മാരുടെ നാടക ട്രൂപ്പ് കലക്കുന്ന കാര്യം ഞാൻ സതീശുമായിട്ട് ആലോചിച്ചോളാം. സതീഷേ,